രാജാതിരാജാവും കർത്താതി കർത്താവുമായിരിക്കുന്ന യേശുവിൻ്റെ നിസ്തുല്യ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിവസം കൂടി നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കർത്താവ് നമ്മോട് കൃപ ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് യഹോവയുണ്ടാക്കിയ ദിവസം എന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കണം. ഹല്ലേലൂയ. വരുവിൻ, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക, നാം അവനെ വണങ്ങുക, നാം അവനെ നമസ്കരിക്കുക. ഹല്ലേലൂയ. കാരണം എന്താണ്? നാം ദൈവത്തിൻ്റെ ജനം, ദൈവം നമ്മെ ഉണ്ടാക്കി. ദൈവം നമ്മുടെ നല്ല ഇടയൻ, നാം ദൈവത്തിൻ്റെ കൈക്കലെ ആടുകൾ തന്നെ എന്ന് സങ്കീർത്തനക്കാരൻ ദാവീദ് എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിലും ആ ബോധ്യം വേണം. നാം നമ്മുടെ അപ്പൻ്റെ അമ്മയുടെയും മക്കളാണെന്നോ, അല്ലെങ്കിൽ ഇന്നയാളിൻ്റെ ഭാര്യ, ഇന്നയാളിൻ്റെ ഭർത്താവ്, ഇന്ന മക്കളുടെ അങ്ങനെയൊന്നും അതല്ല നമ്മുടെ ഐഡൻറ്റിറ്റി. നാം ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്നു. ദൈവം നമ്മുടെ പിതാവായിരിക്കുന്നു. ദൈവം നമ്മെ മെനഞ്ഞു, ദൈവം നമ്മെ നടത്തുന്നു, ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ആ ദൈവവുമായുള്ള ബന്ധം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഭൂമിയിലുള്ള ഏത് ബന്ധവും നമുക്ക് വരാൻ പാടുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെയുള്ള തീഷ്ണതയോടെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കായി ദൈവം കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. നാം ദൈവത്തെ ഇത്രമാത്രം സ്നേഹിക്കുമ്പോൾ അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? ദൈവത്തെ മാറ്റിവെച്ച് ഈ ലോകത്തിലുള്ള മറ്റേതെങ്കിലും ബന്ധങ്ങളെ നാം ഉറപ്പിക്കുവാൻ നോക്കിയാൽ അതെല്ലാം തെറ്റിപ്പോകുന്ന സ്ഥാനത്ത് നാം ദൈവത്തോട് ഏറ്റവും അടുത്ത് കഴിഞ്ഞാൽ, ദൈവത്തോട് ഇണങ്ങി നിൽക്കുന്നവനോട് ഈ ലോകത്തിലുള്ള സകലതും ഇണങ്ങി നിൽക്കുക തന്നെ ചെയ്യും. ദൈവം മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ അതോടുകൂടി സകലതും നമുക്ക് കിട്ടുമെന്നതിനാൽ പ്രിയമുള്ള ദൈവമക്കളെ, ഒന്നാമത്തെ സ്ഥാനം ദൈവത്തിനും ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ പർപ്പസിനുമായി കഴിഞ്ഞാൽ ബാക്കി സകലതും ദൈവത്തിൻ്റെ ഫേവറായി നമ്മോട് കൂട്ടിച്ചേർക്കപ്പെടുക തന്നെ ചെയ്യും. അതിനായി ഇന്ന് പകൽക്കാലവും നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണയും കൃപയും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അപ്പാ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയോട് അടുത്തു വരുന്നു. സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ ഉളവാക്കിയ ദൈവം അപ്പച്ച, ആ വചനം ഇന്ന് പകൽക്കാലവും ഞങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും തന്നെ ആയിരിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം അങ്ങ് ദൂരെയല്ല, ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഞങ്ങളുടെ അധരങ്ങളിലും തന്നെ ആയിരിക്കുവാൻ, അത് എഴുതി വയ്ക്കപ്പെട്ട ഏതോ ബുക്കുകളിലിരിക്കുന്നതോ മറ്റാർക്കെങ്കിലും പറയുവാനും പ്രസംഗിക്കുവാനോ ഉള്ളതല്ല. ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ അധരങ്ങളിലും അതുണ്ടായിരിക്കുവാൻ. ഹല്ലേലൂയ. വചനത്താൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും വിടുതലിലേക്ക് വരുവാൻ ദൈവമേ ഉളവാക്കുന്ന വചനം, ജനിപ്പിക്കുന്ന വചനം, ശക്തിപ്പെടുത്തുന്ന വചനം, ജീവിപ്പിക്കുന്ന വചനം, ഞങ്ങളെ ശുദ്ധിയുള്ളവരാക്കുന്ന വചനം, ഞങ്ങളെ ദൈവമേ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കുന്ന വചനം, ചുറ്റിക പോലെ, പാറയെ പിളർക്കുന്ന ചുറ്റിക പോലെ, തീ പോലെ സ്വർഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വന്നിറങ്ങുവാനായി ഇന്ന് പകൽക്കാലവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുന്നതിനെ, ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തിയ ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിലും ദൈവമേ സകലതിനെ നിർമ്മിച്ചു തരുവാൻ കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന സമ്പത്ത്, ആരോഗ്യം, ബന്ധങ്ങൾ, ശുശ്രൂഷകൾ എല്ലാം ഞങ്ങളുടെ അധരങ്ങളിൽ കൂടി വിളിച്ചു പറയുന്ന വാക്കിനാൽ, വചനത്താൽ ഉളവാക്കി വരുവാൻ തക്കവണ്ണം ദൈവമേ അത്തരത്തിലുള്ളൊരു വിശ്വാസ ജീവിതത്തിലേക്ക് ഞങ്ങളെ അവിടെ നിന്ന് കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ഞങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ടെന്ന്, ഞങ്ങൾ പറയുന്നത് ദൈവമേ ദൈവം നിർമ്മിച്ച് നൽകുമെന്ന്, ഞങ്ങൾ നെഗറ്റീവായിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ കർത്താവേ ജീവിതം പരാജയത്തിലേക്ക് പോകുമെന്നും, ഞങ്ങൾ പോസിറ്റീവായിരിക്കുന്ന നന്മകൾ പറഞ്ഞാൽ അത് ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും കൂട്ടിച്ചേർക്കപ്പെടുമെന്നുള്ളൊരു ബോധ്യത്താൽ ദൈവമേ ഇനി മുതൽ ഞങ്ങളെ തന്നെ മനസ്സിലാക്കി ആ നന്മകൾ പറയുവാൻ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ വിളിച്ചു പറയുവാൻ, സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോഴും അതിന് വിരോധമായി ദൈവം ഒരുക്കുവാൻ പോകുന്നത്, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വിളിച്ചു പറഞ്ഞ് അത്തരത്തിലൊരു നന്മ പ്രാപിക്കുവാൻ ഈ ജനത്തെ അവിടെ നിന്ന് സഹായിക്കണം, ഞങ്ങളെ അവിടെ നിന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. അസ്ഥി താഴ്വരയിൽ ചിതറിക്കിടന്ന് ആ അസ്ഥികളോട് വചനം വിളിച്ചു പറഞ്ഞ് അതിനെ സൈന്യമാക്കി പ്രവാചകൻ എഴുന്നേൽപ്പിച്ചതുപോലെ വാക്കുകളുടെ മേൽ, വചനത്തിൻ്റെ മേൽ ഒരു അധികാരത്തിൻ്റെ പകർച്ച ഈ ദിവസങ്ങളിൽ കർത്താവെ അവിടെ നിന്ന് അയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർ എഴുന്നേൽറ്റ് നിൽക്കുമ്പോൾ, ഇവർ പറയുമ്പോൾ ഹല്ലേലൂയ വചനത്തിൽ ദൈവമേ ദൈവിക അധികാരം വെളിപ്പെടുവാൻ, ഇരുട്ടിൻ്റെ ശക്തികൾ ഓടി മറയുവാൻ, സമൃദ്ധിയും ജീവനും വെളിപ്പെടുവാൻ തക്കവണ്ണം ജീവൻ്റെ സമൃദ്ധി വെളിപ്പെടുവാനായി
ഇവരുടെ വാക്കുകളെ അവിടെ ദൈവമേ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വായ് വിസ്താരത്തിൽ തുറക്ക, ഞാനതിനെ നിറയ്ക്കാം. നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നിൻ്റെ അധരം എൻ്റെ അധരം പോലെ ഇരിക്കുമെന്ന് യിരെമ്യാ പ്രവാചകനിൽ കൂടി ദൈവമേ അവിടെ നിന്ന് അരുളി ചെയ്തതുപോലെ ഈ ദിവസങ്ങളിൽ അനാവശ്യമായത് ജീവിതത്തിൽ നിന്ന് നീക്കി ദൈവമേ ദൈവം സംസാരിക്കുന്നത് പോലെ ദൈവമേ വചനത്തിൽ പറയുന്നത് സംസാരിക്കുവാൻ ഒരിക്കൽ കൂടി ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ജീവിതത്തിൽ ഒരു രൂപാന്തരം വരുവാൻ കഴിഞ്ഞ നാളുകളിൽ ദൈവമേ പരിചയിച്ചതുപോലെയല്ല. സ്കൂളിൽ ദൈവമേ, കോളേജുകളിൽ, ഞങ്ങളുടെ ഫ്രണ്ട്സിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന്, അടുത്തുള്ളവരിൽ നിന്നും ഒക്കെ ഞങ്ങൾ കേട്ട് പഴകിയ കാര്യങ്ങളല്ല. ദൈവികമായ ഒരു ഉന്നത നിലവാരത്തിലേക്ക് ഉയരുവാൻ ഈ ദിവസങ്ങളിൽ ഈ പ്രിയപ്പെട്ടവരെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചില മാനസാന്തര അനുഭവങ്ങൾ ഇവർ ചിലർക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതങ്ങളിൽ ഒരു മാനസാന്തര അനുഭവം വരുവാൻ, ദൈവനാമത്തിൽ മുട്ടുമടക്കുവാൻ ഒക്കെ കർത്താവെ അവിടെ നിന്ന് ഇവരെ സഹായിക്കണമപ്പ. ദൈവമേ, കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ദൈവദാസന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രിയപ്പെട്ടവരുടെ വേർപാടിലൊക്കെ മനംനൊന്തിരിക്കുന്നവരെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആക്സിഡൻറ്റുകൾ ഒക്കെ കഴിഞ്ഞ് കർത്താവെ സാമ്പത്തികമായി വളരെ ഞെരുക്കത്തിലിരിക്കുന്നവർ, ദൈവമേ, ശരീരങ്ങൾ ദൈവമേ അസ്ഥികളൊക്കെ ഒടിഞ്ഞിരിക്കുന്നവർ, പ്രിയപ്പെട്ടവർക്കൊക്കെ വേണ്ടി കർത്താവെ അത്ഭുത രോഗസൗഖ്യവും ദൈവമേ കരുതലുകളും സാമ്പത്തിക നന്മയും ഒക്കെ അവിടെ നിന്ന് ദൈവമേ അയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങൾ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർ, വസ്തുക്കൾ വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർ, വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർ, കേസിൻ്റെ കുരുക്കുകളിൽ കിടക്കുന്നവർ, വഴിയില്ലാതിരിക്കുന്ന വസ്തുക്കൾ, കർത്താവെ സ്തോത്രം, എന്നും മറ്റുള്ളവരുമായി അതിർ തർക്കത്തിലൊക്കെ ഇരിക്കുന്ന വസ്തുക്കൾ, അങ്ങനെയൊക്കെ ഉള്ളതിനെ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി പുറത്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വഴിയില്ലാതിരിക്കുന്ന വസ്തുക്കളിലേക്ക് അത്ഭുതകരമായ വഴികൾ ദൈവമേ അവിടെ നിന്ന് തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ചില വ്യക്തികളുടെ ഹൃദയങ്ങളിൽ മനസ്സലിവുണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ സ്തോത്രം, കഴിഞ്ഞ നാളുകളിൽ വന്ന മുറിവുകളിൽ നിന്ന് ഈ പ്രിയപ്പെട്ടവരെ പുറത്തെടുക്കണം. ഡിപ്രഷനുകൾ, നിരാശകൾ, അനാവശ്യമായിരിക്കുന്ന സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, അതിൽ നിന്നെല്ലാം ഇവരെ പുറത്തെടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കിഡ്നി കംപ്ലൈൻറ്റുകൾ മറയട്ടെ, ഹാർട്ട് ഡിസീസുകൾ മറയട്ടെ, ഷുഗർ കംപ്ലൈൻറ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ കൺട്രോളാകട്ടെ. BP-യുടെ ദൈവമേ കൊളസ്ട്രോളിൻ്റെ ഒക്കെ വേരിയേഷൻസ് മാറി തലവേദനയുടെ പ്രയാസങ്ങൾ ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല, മന്ദത പിടിച്ചതുപോലെ ക്ഷീണം, എപ്പോഴും കിടക്കുവാൻ തോന്നുന്ന അവസ്ഥകളിൽ നിന്നെല്ലാം ദൈവമേ ശരീരത്തിൻ്റെ എല്ലാ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഫങ്ഷനും നോർമലായി ഇവർ ആ അവസ്ഥകളിൽ നിന്ന് കുടഞ്ഞെഴുന്നേൽക്കുവാൻ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൊണ്ട് നിറയ്ക്കും, അനുഗ്രഹിക്കും. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, പുതു നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലേ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, പുതിയ നിയമവിശ്വാസ ജീവിതത്തിലായിരിക്കുന്ന നമ്മുടെ ജീവിതങ്ങളിലെല്ലാം വളരെ അനുഗ്രഹിക്കപ്പെട്ട, അല്ലെങ്കിൽ വചനത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു വചനമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ച് അവിടെ പറയുകയാണ്, യേശുവിനെ കുറിച്ച് പറയുകയാണ്. പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായിരിക്കുന്ന യേശുവിനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലേക്ക് അത്രേ നാം വന്നിരിക്കുന്നത്. ഈ രണ്ട് രക്തമെന്ന് പറയുമ്പോൾ, ഹാബേലിൻ്റെ രക്തമെന്ന് പറഞ്ഞാൽ, നാം ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അവിടെ ആദ്യമായി നിലത്തു വീണ രക്തമായിരുന്നു ഹാബേലിൻ്റെ രക്തം. ദൈവത്തിൻ്റെ മകനായി സൃഷ്ടിച്ച ആദമിനും അവൻ്റെ ഭാര്യയിൽ നിന്നെടുത്ത ഹവ്വയ്ക്കും ജനിച്ച രണ്ടാമത്തെ പുത്രനായിരുന്നു ഹാബേൽ. ആദ്യ മകനായിരുന്ന കായീൻ തന്നെ ഹാബേലിൻ്റെ രക്തത്തെ ഭൂമിയിലേക്ക് വീഴിക്കുകയാണ്. ഹല്ലേലൂയ. ആ രക്തം അവിടെ നിന്ന് നിലവിളിക്കുകയാണ്. കാരണം കുറ്റം ചെയ്യാത്തൊരു ശരീരമായിരുന്നു. കുറ്റം ചെയ്യാത്ത രക്തത്തെ മറ്റേ സഹോദരൻ ആ രക്തത്തെ അവിടെ വീഴിച്ചു എന്ന് പറഞ്ഞാൽ കൊന്നു. ആ ഭൂമിയിൽ ജീവിക്കുവാൻ ഒരു ദോഷവും ചെയ്യാതിരുന്ന, ദൈവത്തിന് പ്രസാദമുണ്ടായിരുന്ന, ദൈവം പ്രസാദിച്ച, ദൈവം സ്നേഹിച്ച, ഇഷ്ടപ്പെട്ട ആ ഹാബേലിനെ കായീൻ കൊന്ന് അന്നു മുതൽ ആ ഹാബേലിൻ്റെ രക്തം ഭൂമിയിൽ നിന്ന് പ്രതികാരത്തിനായി നിലവിളിക്കുകയാണ്. കാരണം ആ രക്തം, നിഷ്കളങ്കമായിരുന്ന രക്തം ചൊരിഞ്ഞതിന് പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുമ്പോൾ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല മനുഷ്യരോട് ക്ഷമിച്ച്, സകല പാപങ്ങളെ ക്ഷമിച്ച്, സകല പിശാചിൻ്റെ കോട്ടകളിൽ നമ്മെ വിടുവിച്ച് ഏറ്റവും ശക്തിയേറിയതായി ഹല്ലേലൂയ സ്വർഗസ്ഥലത്തിൽ പിതാവിൻ്റെ വലത് ഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥത യാചിച്ചു കൊണ്ടിരിക്കുന്നതാണ് കർത്താവിൻ്റെ രക്തം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ആദ്യമായി നിലത്ത് വീണ മനുഷ്യൻ്റെ രക്തം
പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുമ്പോൾ, തൻ്റെ ജീവന് മറുപടിക്കായി നിലവിളിക്കുമ്പോൾ, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ രക്തം ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി, സകല വിഷയത്തിനും പരിഹാരമായി നാം ഓരോ ദിവസവും കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുന്നതിനായി പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവ് സ്വന്തം രക്തവുമായി പ്രവേശിച്ചു. ഇവിടെ പറയുന്നു, ആ രക്തത്തിൻ്റെ അടുക്കലേക്കത്രേ നാം പ്രവേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിൽ ഈ ലോകത്തിൽ വന്നുപോയ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എന്തെങ്കിലും തെറ്റുകളെക്കുറിച്ച് ആർക്കെങ്കിലും നാം ദ്രോഹം ചെയ്തുവെങ്കിൽ, വാക്കാലോ ഹൃദയത്താലോ ചിന്തയാലോ എന്തെങ്കിലും കുറ്റങ്ങൾ കുറവുകൾ നാം വന്നു പോയി എങ്കിൽ, നമ്മെ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ അടുക്കലേക്ക് അത്രേ അല്ല, നമുക്കായി മധ്യസ്ഥ അപേക്ഷിക്കുന്ന, അല്ലെങ്കിൽ യേശുവിൻ്റെ രക്തത്താൽ എന്നെ കഴുകണമേ, ഈ കുറ്റത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്നൊരു വാക്ക് നാം വാ തുറന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വിടുവിക്കുന്ന യേശുവിൻ്റെ അടുക്കലേക്കത്രേ, യേശുവിൻ്റെ രക്തത്തിൻ്റെ അടുക്കലേക്കത്രേ നാം വന്നിരിക്കുന്ന. ആ ഒരു ബോധ്യം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും വേണം. പിശാചും മറ്റ് മനുഷ്യരും നമുക്ക് വിരോധമായി നീ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഓർക്കുന്ന പാപങ്ങളെല്ലാം ഓരോ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ശുദ്ധ ഹൃദയത്തോടുകൂടി ദൈവസന്നിധിയിൽ ഉറങ്ങുവാനും എഴുന്നേൽക്കുവാനും ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറട്ടെ. ഈ വചനത്തിൻ്റെ ആഴങ്ങൾ നിങ്ങളൊന്ന് ധ്യാനിക്കുക. കർത്താവിൻ്റെ രക്തത്താലുള്ള വിടുതൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുഭവിക്കുവാൻ, ആ അധികാരമുള്ള രക്തത്തെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ നിങ്ങളെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ആമേൻ, ആമേൻ.